പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടുവിലെ മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മെട്രിസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇത് വളരെ ഈസിയാണ്. പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ട്രീമിലായാലും, കേരള സ്റ്റേറ്റ് സിലബസിലായാലും CBSE ആയാലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. മാത്രമല്ല ഇത് എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന് ശേഷം വരുന്നൊരു ചാപ്റ്റർ ഉണ്ട്, ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈ രണ്ട് ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലുമാണ്. നമ്മൾ ഇത് ആദ്യമായിട്ട് പഠിക്കുന്നൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് മുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ വളരെ സ്ലോയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നോട്ട്ബുക്ക് എല്ലാം കയ്യിലുണ്ടായിരിക്കണം. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ലെക്ചർ നോട്ടും പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തന്നെ നമ്മൾ ക്ലാസ് റൂമിലാണ് എന്നുള്ള ഒരു ധാരണയോട് കൂടി തന്നെ ക്ലാസ്സിൽ ഇരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, പ്ലസ് ടുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെയിറ്റേജ് ഉണ്ട് ഈ രണ്ട് ചാപ്റ്റർ. ഞാൻ മെട്രിക്സും ഡിറ്റർമിനൻസും കണക്ട് ചെയ്ത് പറയാൻ കാരണം അത് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് അറിയാം. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ JEE മെയിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ 25 ക്വസ്റ്റ്യനാണ് മാത്തമാറ്റിക്സിൽ ഉണ്ടാവുക. അതിൽ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 2 ചാപ്റ്ററിൽ നിന്ന് കൂടി വരുന്നതാണ്. അതേപോലെ തന്നെയാണ് അഡ്വാൻസ്ഡ്. നമുക്ക് കൃത്യമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റും എന്ന് പറയാൻ കഴിയില്ല. എന്നാലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസും JEE അഡ്വാൻസ്ഡിന് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. ഇനി കേരള എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 5 ക്വസ്റ്റ്യനോളം ഈ 2 ചാപ്റ്ററിൽ നിന്ന് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വേർഡാണ് മെട്രിക്സ്. മെട്രിസസ് എന്ന് പറയുന്നത് മെട്രിക്സിന്റെ പ്ലൂരലാണ്. മെട്രിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ പ്ലൂരലാണ് എന്ത്? മെട്രിസസ്. അപ്പൊ എന്താണ് മെട്രിക്സ് എന്ന് പറയുന്നത്? ഇപ്പോ നിങ്ങൾ +1 സെറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സുകളെ, അതിന് നമ്മൾ പറയുന്നു എലമെന്റ്സ് എന്ന് പറയുന്നു. ആ എലമെന്റ്സുകളെ ഒരു കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതിയിട്ട് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ മെത്തേഡിന് സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്ന് സെറ്റ് ബിൽഡർ ഫോം ആയിരുന്നു, ഒന്ന് റോസ്റ്റർ ഫോം ആയിരുന്നു. ഇനി ഈ റോസ്റ്റർ ഫോമില് എലമെന്റ്സുകളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റിന്റെ അകത്താണ്. മീൻസ് ഇതായിരുന്നു കേളി ബ്രാക്കറ്റ്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ <5 എന്ന് പറയുന്ന ഒരു സെറ്റിന് ഒരു എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിളില് കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ <5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 2 3 4. അപ്പൊ ആ 1 2 3 4 5 എന്ന് പറയുന്ന എലമെന്റുകളെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതൊരു സെറ്റിന് ഒരു എക്സാമ്പിൾ ആണ്. ആ സെറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഒരു കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. ആ എലമെന്റ്സുകളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കോമ ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ തന്നെ മെട്രിക്സ് എന്ന് പറയുന്നത് കുറെ നമ്പേഴ്സുകളെ അല്ലെങ്കിൽ കുറെ ഫങ്ഷൻസുകളെ ഒരു റെക്ടാങ്കുലർ റീജിയനിൽ അറേഞ്ച് ചെയ്യലാണ്. ആ റെക്ടാങ്കുലർ അറേയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് കോമയല്ല. എലമെന്റ്സുകളുടെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലമെന്റ്സുകളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് റോസും കോളംസുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റോ എന്ന് പറഞ്ഞാൽ, എന്താണ് കോളം എന്ന് പറഞ്ഞാൽ നോക്കണം. ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെയാണ് റോ എന്ന് പറയുക, വെർട്ടിക്കൽ ആയിട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോളം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെട്രിക്സ് ഞാൻ പറയുന്നതായി ഇപ്പൊ 1 2 3 4 ഇത് കുറെ എലമെന്റ്സുകളായി. അപ്പൊ ആ എലമെന്റ്സുകളെ ഒരു റെക്ടാങ്കുലർ റീജിയനിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, റോയും കോളുമാണ്. എന്താണ് റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ലൈൻസിനെയാണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സീക്വൻസിനെയാണ് റോ എന്ന് പറയുന്നത്. ഇതാണ് ഹൊറിസോണ്ടൽ. അപ്പൊ ഇവിടെ ഈ മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2 റോസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അതേപോലെ തന്നെ ഈ മെട്രിക്സിലെ എലമെന്റ്സുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളം യൂസ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ലൈൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സീക്വൻസിനെയാണ് കോളംസ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ. അപ്പോൾ വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇതാണ് കോളം, ഇതാണ് റോ. സോറി, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പൊ ഇവിടെ ഈ മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2 റോസും 2 കോളംസ് ഉപയോഗിച്ചു. അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്നാണ് പറയുക. എലമെന്റ്സ് ഓർ entries. These numbers are called elements or entries. ഈ എലമെന്റ്സുകൾ ഒരു പക്ഷെ നമ്പേഴ്സുകൾ വരാം. അപ്പൊ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പല ടൈപ്പിലുള്ള നമ്പേഴ്സുകളുണ്ട്. റിയൽ നമ്പേഴ്സ് ഉണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ വരുന്ന നമ്പേഴ്സുകൾ എന്ന് പറയുന്നത് റിയൽ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സും ആവാം. ഓർ ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഓൾറെഡി പഠിച്ചതാണ്. ഫങ്ഷൻസ് പറയുന്നത് പല ടൈപ്പിലുള്ള ഫങ്ഷൻസ് +1 പഠിക്കുന്നുണ്ട്. അതിന്റെ ഗ്രാഫുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വളരെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫംഗ്ഷനാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ആൾജിബ്രൈക് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ x+1, x² + 2x, ഇതൊക്കെ ആൾജിബ്രൈക് ഫംഗ്ഷൻ ആണ്. ഇതുപോലെ തന്നെ ലോഗരിതമിക് ഫംഗ്ഷൻ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. ഈ ടൈപ്പിലുള്ളതിനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് പറയാ. ആ ഫംഗ്ഷൻസുകളും അല്ലെങ്കിൽ നമ്പേഴ്സുകളും എന്തായിട്ട് വരാൻ പറ്റും? എലമെന്റ്സുകളായിട്ട് വരാൻ പറ്റും. അപ്പൊ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്ടാംഗുലർ അറേഞ്ച്മെന്റ്സ് ആണ്. ആ റെക്ടാംഗുലർ അറേഞ്ച്മെന്റ്സിൽ വരുന്നത് നമ്പേഴ്സുകളാവാം, ഫംഗ്ഷൻസ് ആവാം. ആ നമ്പേഴ്സുകളെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയോ നമ്മൾ വിളിക്കുന്നതാണ് എലമെന്റ്സ് ഓർ എൻട്രീസ്. ആ എലമെന്റ്സുകളെയും എൻട്രീസിനെയും അറേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെ റോ എന്ന് പറയുന്നു, വെർട്ടിക്കൽ ആയിട്ട് വരുന്നതിനെ കോളം എന്ന് പറയുന്നു. അപ്പോ റോയും കോളും ഉപയോഗിച്ചിട്ട് എലമെന്റ്സുകളെ ഒരു റെക്ടാംഗിളിന്റെ അകത്ത് എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി സെറ്റ് പഠിച്ചതുപോലെ തന്നെ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ മെട്രിക്സിനെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പോ ഒരു മെട്രിക്സ് ഞാൻ എക്സാമ്പിൾ എഴുതുന്നു. A = മെട്രിക്സ് 1 2 3 -1 6 7. ഇതൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു എക്സാമ്പിളില് എത്ര റോയും എത്ര കോളും വെച്ചിട്ടാണ് ഈ മെട്രിക്സ് ഫോം ചെയ്തത് അല്ലെങ്കിൽ മെട്രിക്സിലെ എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെയാണ് റോ എന്ന് പറയാ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് റോ എന്ന് പറയാൻ പറ്റും. ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ ആണ്. അപ്പൊ 2 റോസ് ആണ് ഈ മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇത് ഫസ്റ്റ് കോളം, വെർട്ടിക്കൽ ആയിട്ട് വരുന്ന സീക്വൻസിനെയാണ് കോളം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് കോളം ആണ്, ഇത് സെക്കൻഡ് കോളം ആണ്, ഇത് തേർഡ് കോളം. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. അപ്പോൾ റോയും കോളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെയാണ് റോ എന്ന് പറയുക, വെർട്ടിക്കൽ ആയിട്ട് വരുന്നതിനെയാണ് കോളം എന്ന് പറയുന്നത്. എലമെന്റ്സുകൾ എന്താണെന്ന് പറഞ്ഞു, എൻട്രീസ് എന്താണെന്ന് പറഞ്ഞു, മെട്രിക്സിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സുകൾ എന്താണെന്ന് പറഞ്ഞു, ആ എലമെന്റ്സുകൾ എന്തൊക്കെയാവാന്ന് പറഞ്ഞു. നമ്പേഴ്സുകൾ വരാം, ഫങ്ഷൻസ് വരാം. നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ ഓർ കോംപ്ലക്സ്, റിയൽ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു, ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇതിലെ എലമെന്റ്സുകളായിട്ട് വരാം. ഇനി മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ആ മെട്രിക്സിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നോക്കിയാട്ടെ, ഇതൊരു പൊസിഷനാണ്. എന്താ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? ഈ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇത് ഏത് പൊസിഷനിലുള്ള എലമെന്റ് ആണ്. ഇതിനൊക്കെ നമ്മൾ എലമെന്റ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ആയാലും ഇതിനൊക്കെ എലമെന്റുകൾ എന്നാണ് പറയാം. അപ്പൊ ഈ 1 എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ് ഉള്ളത്? അപ്പൊ നമുക്കറിയാം, ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് ആണ്. ഇത് 2 എന്ന് പറയുന്ന എലമെന്റ്, അതിന്റെ പൊസിഷൻ വേറെയാണ്. ഇതിന്റെ പൊസിഷൻ അല്ല ഇതിന്റെ പൊസിഷൻ. ഇത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ്. ഇത് ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് ആണ്. അപ്പൊ ഓരോ എലമെന്റിനും ഓരോ പൊസിഷൻ ഉണ്ട്. മെട്രിക്സ് എന്ന് പറയുന്നത് പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെട്രിക്സിന് ഒരു വാല്യൂ ഉണ്ടാവുന്നതല്ല. അപ്പൊ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് അത്. ഒരു കാരണവശാൽ മെട്രിക്സിന്റെ വാല്യൂ ആണ് ഇതെന്ന് പറയരുത്. മെട്രിക്സിലെ എലമെന്റുകൾ ഓരോ പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സച്ചിൻ ഹാസ് 12 നോട്ട്ബുക്സ് ആൻഡ് 6 pens. ധോണി ഹാസ് 10 നോട്ട്ബുക്സ് ആൻഡ് 8 pens. കോഹ്ലി ഹാസ് 8 നോട്ട്ബുക്സ് ആൻഡ് 10 pens. ഇത് നമ്മളൊരു ടേബിൾ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പൊ ഇവിടെ 3 പേരാണുള്ളത്. സച്ചിൻ ഉണ്ട്, ധോണി ഉണ്ട്, കോഹ്ലി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സച്ചിൻ എന്ന് പറയുന്ന ഫസ്റ്റ് എഴുതി, ധോണി, നെക്സ്റ്റ് കോഹ്ലി. ഈ സച്ചിന് എത്ര നോട്ട്ബുക്കാണ് വേണ്ടത്? 12 നോട്ട്ബുക്കാണ്. അപ്പൊ നമുക്കിവിടെ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു കോളം, നോട്ട്ബുക്സ്. ഇവിടെ നമുക്കൊരു പെൻസ്. സച്ചിന് എത്ര പെന്നുണ്ട്? 12. എത്ര പെൻസ്? 12 നോട്ട്ബുക്സ് ഉണ്ട്, 6 pens. 10 നോട്ട്ബുക്സ്, 8 pens. കോഹ്ലി 8 നോട്ട്ബുക്സ്, 10 pens. ഇതാണ് നമ്മൾ ടേബിളിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ടേബിൾ ഫോമാണിത്. ഇവിടെ എഴുതിയ ഒരു എക്സാമ്പിളിന്റെ ടേബിൾ ഫോമാണിത്. ഈ ടേബിൾ ഫോമിന് നമുക്ക് മെട്രിക്സിന്റെ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ എക്സ്പ്രഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ എന്താ, ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു റെക്ടാങ്കിൾ വരച്ചു. അതില് ഫസ്റ്റ് കോളത്തിന് 12, 10, 8 എന്ന് എഴുതി. സെക്കൻഡ് കോളത്തിന് 6, 8, 10 എഴുതി. അപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് കോളം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നോട്ട്ബുക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സെക്കൻഡ് കോളമോ പെന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ നിങ്ങൾ നോട്ട്ബുക്ക് പെന്നിന് എഴുതേണ്ട ആവശ്യമില്ല. ഈ ടേബിൾ ഫോമിന്റെ മെട്രിക്സ് എക്സ്പ്രഷൻ ആണ് ഇത്. അപ്പൊ ഇത് നോക്കിയേ, 12, 6 എന്ന് പറയുന്നത് സച്ചിന്റെ കയ്യിലുള്ള എന്താണ്? പെന്നും നോട്ട്ബുക്കിന്റെയാണ്. അപ്പോ ഇതിനെ നമ്മൾ പറയാം ഫസ്റ്റ് റോ എന്ന് പറയുന്നു. ഇത് സെക്കൻഡ് റോ എന്ന് പറയുന്നു. Then this one is third row. അപ്പൊ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഇത് ഫസ്റ്റ് കോളം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരാം, ഇതിന് ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചെഴുതാം. എങ്ങനെ? ഫസ്റ്റ് ഇവിടെ നോട്ട്ബുക്ക്, ഇവിടെ പെൻ. അപ്പൊ നോട്ട്ബുക്ക് എത്രയാ? 12, 10, 8. പെൻ എത്രയാ? 6, 8, 10. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ പക്ഷെ ഫസ്റ്റ് കോളത്തിനാണ് സച്ചിന്റെ കയ്യിലുള്ള പെന്നും നോട്ട്ബുക്കും വരുന്നത്. ഫസ്റ്റ് കോളം. ഇവിടുത്തെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നോട്ട്ബുക്കിന്റെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സച്ചിന്റെ കയ്യിലുള്ള നോട്ട്ബുക്കിന്റെയും പെന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെട്രിക്സ് എന്ന് പറയുന്നത് പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഏത് കോളത്തിലാണ് വരുന്നത്? ഫസ്റ്റ് കോളത്തിൽ. അപ്പൊ ഇവിടെ ഈ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്ര റോയും എത്ര കോളും യൂസ് ചെയ്തു? തേർഡ് റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പൊ 3 റോസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 കോളംസും. ഇവിടെ 2 റോസും 3 കോളംസുമാണ്. അപ്പോ റോ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ കോളം. റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്, കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻസ് ആണ്.
അപ്പൊ ഇവിടുത്തെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് 12 6 ആണ്, ഇവിടുത്തെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് 10 8 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ ഫസ്റ്റ് റോ എന്ന് പറയും, ഇത് സെക്കൻഡ് റോ എന്ന് പറയും, ഇത് തേർഡ് റോ എന്ന് പറയും, ഇത് ഫസ്റ്റ് കോളം എന്ന് പറയും, ഇത് സെക്കൻഡ് കോളം എന്ന് പറയും. ഇനി ഇതിന് നമ്മൾ പഠിക്കാൻ, ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മിക്കുക, ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സുകളാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സുകളാണ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി പറയാൻ പോകുന്നത് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പൊ ഇനി ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ആയിട്ടും അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ വേറൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 -2 3 6 9. ഇതൊരു മെട്രിക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് തൊട്ട് മുന്നേ പറഞ്ഞ കാര്യത്തിലൂടെ നിങ്ങൾക്ക് വരെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. റോ എന്താണ്, കോളം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ, ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര റോയും എത്ര കോളും യൂസ് ചെയ്തു. ഇപ്പൊ ഇവിടെ നോക്കട്ടെ, ഈ മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര റോയും എത്ര കോളും യൂസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മിക്കണം, റോ കോളം എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ബുദ്ധിമുട്ടായിരിക്കും. റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതാണ്, കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ട് വരുന്നതാണ്. അപ്പോ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് വൺ. 2 റോസ് ആണ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടി എടുത്തത്. എത്ര കോളംസ് ഉണ്ട്? 3 കോളംസ്. അപ്പൊ 2 റോസും 3 കോളംസുമാണ് ഈ മെട്രിക്സ് ഫോം ചെയ്യാൻ വേണ്ടി എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 റോസും 3 കോളംസും. അത് എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതാണ് എഴുതുന്നത്. ഇതൊരു 2/3 മെട്രിക്സ്. ഇത് വായിക്കേണ്ടത് റീഡ് ആസ് 2/3. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഓർഡർ പറയുമ്പോൾ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് റോ, സെക്കൻഡ് റെപ്രസെന്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് കോളം. അപ്പൊ ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയൊരു മെട്രിക്സ് 3/2 മെട്രിക്സ്. എന്താണ് 3/2 മെട്രിക്സ് വന്നാൽ? 3 റോസും 2 കോളംസും ഉള്ള മെട്രിക്സിനെയാണ് 3/2 മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി 4/1 മെട്രിക്സ് പറഞ്ഞാൽ 4 റോസും 1 കോളം ഉള്ള മെട്രിക്സ് ആണ് 4/1 മെട്രിക്സ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോയും രണ്ടാമത്തെ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കോളംസുമാണ്. എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ m/n മെട്രിക്സ് പറഞ്ഞാൽ m represented number of rows and n number of columns. ഇതേ എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയാം. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സാധാരണ ഒരു മെട്രിക്സിന്റെ ഓർഡർ എഴുതുന്നത് ഇവിടെയാണ്, 2/3 മെട്രിക്സ്. ഇങ്ങനെയാണ് എഴുതുക ഓർഡർ. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇതിന് എത്ര എലമെന്റ്സുകളുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? ഈ മെട്രിക്സിൽ നിങ്ങൾക്ക് 1 2 3 4 5 6 എലമെന്റ്സുകളാണ് ഉള്ളത്. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഓർഡർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 2/3 മെട്രിക്സിന് 6 എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, 6 എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു m/n മെട്രിക്സിന് mn എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് mn ആയിരിക്കും. 4/1 മെട്രിക്സിന് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 4 ആയിരിക്കും. 5/3 മെട്രിക്സിന് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 15 ആയിരിക്കും. ഇനി ഈ മെട്രിക്സിന് ഫോം ചെയ്യാൻ വേണ്ടി എത്ര റോസ് യൂസ് ചെയ്തു? 5 റോസും എത്ര കോളംസും ആണ്? 3 കോളംസും ആണ്. അപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഓർഡർ, മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ ഈ ഓർഡറിന്റെ ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓർഡർ എന്താണെന്നും റോ എന്താണെന്നും കോളം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഇത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എത്ര റോസും എത്ര കോളംസ് യൂസ് ചെയ്തു? 2 റോസും 3 കോളംസ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ മെട്രിക്സിന് ഫസ്റ്റ് നമ്പർ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് കാണിക്കുന്നത്. ഇവിടെ നോക്കിയിട്ട് ഈ 6 എന്ന് പറയുന്ന എലമെന്റ് ഏത് പൊസിഷനുള്ള എലമെന്റാ? സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അഡ്രസ് ആണെന്ന് നമുക്ക് പറയാം. അഡ്രസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. ഇതിന്റെ അഡ്രസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, A11. അപ്പൊ A11 എന്ന് പറയുന്നത് ഈ മെട്രിക്സ് എ എന്ന് പറയുന്നതിലെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ A11 എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് റോയിനെ റെപ്രസെന്റ് ചെയ്യുന്നു, രണ്ടാമത്തേതെന്ന് പറയുന്നത് കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 0 ഏത് പൊസിഷനുള്ള എലമെന്റാ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ A1 ഏത് കോളത്തിലെയാ? സെക്കൻഡ് കോളം. അപ്പൊ A12 that is equal to 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 9 ഏത് പൊസിഷനുള്ള എലമെന്റാ? സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലുള്ള എലമെന്റ്. അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യുക? സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ A23 that is equal to 9. ഒരിക്കലും 23 എന്ന് വായിക്കരുത്. ഫസ്റ്റ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന റോയിനെയാണ്, സെക്കൻഡ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് കോളത്തിലുള്ളതാണ്. അപ്പോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി പഠിക്കുന്നത് ഒരു മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഒരു എംബൈൻ മെട്രിക്സിന്റെ ജനറൽ ഫോം ആണ് പഠിക്കുന്നത്. ജനറൽ ഫോം ഓഫ് എൻ എംബൈൻ മെട്രിക്സ്. ഒരു എംബൈൻ മെട്രിക്സിന്റെ ജനറൽ ഫോമാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഒരു എലമെന്റിന്റെ പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ എലമെന്റിന്റെ അഡ്രസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ A11, A22, A33 എന്നൊക്കെ പറയുന്നത്. മീൻസ് AIJ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ith റോയിലെ jth കോളത്തിലെ എലമെന്റ് ആണെന്നാണ്. ആദ്യത്തെ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് റോയിനെയാണ്, രണ്ടാമത്തെ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് കോളത്തെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു എംബൈൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എംബൈൻ മെട്രിക്സിന്റെ പ്രത്യേകത 2/3 മെട്രിക്സ് ആണെങ്കിൽ 2 റോസും 3 കോളംസുമാണ്. എംബൈൻ മെട്രിക്സ് ആണെങ്കിൽ m റോസ് ആൻഡ് n കോളംസ്. അപ്പോൾ ഫസ്റ്റ് ഈ എലമെന്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഏത് റോയിലെ ഏത് കോളത്തിലെ എലമെന്റ് ആണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ. അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് A11. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് അതേ റോയിലുള്ള എലമെന്റ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, പക്ഷെ കോളം മാറി, സെക്കൻഡ് കോളമായിട്ട് മാറി. അടുത്തത് A13, അടുത്തത് A14 എക്സെട്രാ. ഇവിടെ ഒരു jth കോളം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ A1J എക്സെട്രാ. ഇവിടെ ലാസ്റ്റ് ഒരു കോളം ഉണ്ടാവും, nth കോളം. അങ്ങനെയാണ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം എക്സെട്രാ, jth കോളം, ദ ലാസ്റ്റ് വൺ nth കോളം. അപ്പൊ n കോളംസ് ആണുള്ളത്. ഇനി അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് റോ മാറി, സെക്കൻഡ് റോ ആയി. അപ്പൊ എന്താ വരുന്നത്? A21, A22, A23, A24 എക്സെട്രാ, A2J എക്സെട്രാ, A2N. ഇത് സെക്കൻഡ് റോയിലുള്ള എലമെന്റ് ആണ്. അടുത്ത റോ എന്ന് പറയുമ്പം A31, A32, A33, A34 എക്സെട്രാ, A3J എക്സെട്രാ, A3N. തേർഡ് റോയിലുള്ള എലമെന്റ്. ഇനി നോക്കി എക്സെട്രാ. ഇവിടെ ഒരു ith റോ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ AI1, AI2, AI3, AI4 എക്സെട്രാ, AIJ എക്സെട്രാ, AIN. The last row ഏത് റോ ആയിരിക്കും? ലാസ്റ്റ് mth റോ. അപ്പോൾ എന്താ വരിക? AM1, AM2, AM3, AM4 എക്സെട്രാ,
AMJ എക്സെട്ര AMN. ഇതാണ് ഒരു M/N മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു M/N മെട്രിക്സിൻ്റെ ജനറൽ ഫോം. ഇനി ഈ M/N മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് മറ്റു രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, അതിലുള്ള എലമെന്റുകളുടെ ജനറൽ ഫോം എന്ന് പറയുമ്പോൾ AIJ എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ എലമെന്റുകളെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് AIJ. ഇതിനെയാണ് നമ്മൾ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ AIJ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടുക, ഇവിടെ എന്ത് എഴുതുക, അതിൻ്റെ ഓർഡറും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് M/N മെട്രിക്സ്, അല്ലെങ്കിൽ ജനറൽ ഫോം ഓഫ് ദി ഒരു M/N മെട്രിക്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉള്ളത് എന്നുള്ളതാണ്. നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ആണിത്. If a matrix has 4 elements, what are the possible orders it can have? ഒരു മെട്രിക്സിന് 4 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓർഡർ വരുന്ന മെട്രിക്സുകളാക്കി മാറ്റാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ നമുക്ക് 1 മാർക്കിനൊക്കെ സ്റ്റേറ്റിലെ എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളോട് ഇത് പറയാം. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നു 1, 3, 7, 9 ഇങ്ങനെ 4 എലമെൻസുകളാണ് ഉള്ളത്. എക്സാമ്പിളാണ് പറയുന്നത്. ഇങ്ങനെ ഒരിക്കലും എക്സാമ്പിളിൽ നമുക്ക് തരൂല, ഇത് എലമെൻസുകൾ ഏതാണെന്ന് പറയില്ല, എലമെൻസുകളുടെ എണ്ണം മാത്രമേ പറയുള്ളൂ. ഒരു മെട്രിക്സിൽ ഇത്ര എലമെൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഓർഡർ വരുന്ന മെട്രിക്സുകൾ ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയും. നിങ്ങൾക്ക് 4 എലമെൻസുകൾ തന്നിട്ടുണ്ട്. ഈ 4 എലമെൻസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ വരുന്ന മെട്രിക്സുകൾ ഫോം ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട്ബുക്കിൻ്റെയും പെന്നിൻ്റെയും ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു 2 തരത്തിൽ നമുക്ക് മെട്രിക്സുകൾ ഫോം ചെയ്യാം. നോട്ട് ഫസ്റ്റ് റോയിലും കോളം സെക്കൻഡ് കോളത്തിലും വെച്ചു. അത് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് റോയിൽ നോട്ടും സെക്കൻഡ് കോളത്തിൽ പെന്നും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് 2 തരത്തിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് 1, 3, 5, 7, 9 എന്ന് പറയുന്ന ഈ എലമെൻറ്റുകളെ നമുക്ക് ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ പറയാം, ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഒരു അറേഞ്ച്മെൻ്റ് ആയത്. അപ്പോൾ ഇനി അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാണ്, എത്ര റോയും എത്ര കോളം യൂസ് ചെയ്തിട്ടുണ്ട്, 2 rows 2 columns. അപ്പോൾ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇനി അടുത്തത്, ഇനി 2x2 മെട്രിക്സ് അല്ല വേണ്ടത്. 2x2 മെട്രിക്സ് അല്ല വേണ്ടത്. നമുക്ക് 2x2 മെട്രിക്സ് അല്ലാത്ത വേറെ ഓർഡർ വരുന്നൊരു മെട്രിക്സ് ഉണ്ടാക്കണം. അപ്പോൾ നോക്കിയേ, നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതി. സെക്കൻഡ് 1, 3, 7, 9 ഇതാണ് അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാണ്, ഇത് എത്ര റോ ഉണ്ട്, 1, എത്ര കോളംസ് ഉണ്ട്, 1, 2, 3, 4. ഇത് 1/4 മെട്രിക്സ് ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, മറ്റൊന്നും കൂടി എന്താ, 1, 3, 7, 9 എത്ര റോസ് ഉണ്ട്, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ. അപ്പോൾ 4 റോസും 1 കോളംസും ആണുള്ളത്. 4/1 മെട്രിക്സ് ആണ്. ഇങ്ങനെ എല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. ഈ 4 എലമെൻസുകൾ നിർബന്ധമായിട്ടുണ്ടാവണം, വേറെ ഒരു എലമെൻ്റ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇങ്ങനെ എഴുതിക്കൂടെ, 1, 3, 5, 7 ഇങ്ങനെ ബ്ലാങ്ക് ഇട്ട് വെച്ചു. ഇത് പറ്റൂല, നമുക്ക് 4 എലമെൻസേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും 0 ഇട്ടൂടെ. അപ്പോൾ 0 ഇട്ട് കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന എലമെൻ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ 0 എന്ന് പറയുന്ന എലമെൻ്റ് നമുക്ക് ലിസ്റ്റിലില്ല. അതുകൊണ്ട് ഇതൊരിക്കലും പോസിബിൾ അല്ല. ഇനി നിങ്ങൾ നോക്കുക, ഈ 4 എലമെൻസുകൾ വരുന്ന നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, 2/2, 4/1, 1/4 ഇങ്ങനെ 3 പോസിബിൾ ഓർഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഓർഡർ വരുന്ന ഒരു മെട്രിക്സ് പോലും ഈ 4 എലമെൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. നമുക്ക് ഇവിടെ തരുന്നു ഒരു 50 എലമെൻസ് ഉണ്ട് ഒരു മെട്രിക്സിൽ, അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ നോക്കാം, നമുക്ക് അതിനെന്തെങ്കിലും ഒരു എളുപ്പ വഴി ഉണ്ടോ നോക്കണം. ഓക്കെ,
4 എലമെന്റ്സ്. ഞാൻ പറഞ്ഞു എലമെന്റ്സ് ഏതാണെന്ന് നമുക്ക് ഒരിക്കലും ലിസ്റ്റ് ചെയ്ത് തരില്ല, എത്ര എലമെന്റ്സുകൾ ഉണ്ട് എന്നേ പറയുള്ളൂ. അപ്പോൾ അതിന് 4 ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വെച്ചാൽ 4 എന്ന് പറയുന്ന നമ്പറുകളുടെ ഫാക്ടേഴ്സുകൾ കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് ഓഫ് 4. ഫോറിൻ്റെ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ നമ്പറിൻ്റെ ഫാക്ടർ 1 വരുമല്ലോ. 1 കൊണ്ട് ഏതൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 വരും, പിന്നെ 2 വരും, ഇവിടെ 3 വരില്ല, 4. 1, 2, 4 ഇങ്ങനെ 3 ഫാക്ടേഴ്സുകളാണ് 4-നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെട്രിക്സിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ട് എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഫാക്ടേഴ്സുകൾ എഴുതുകയാണ് വേണ്ടത്. ഏതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സുകൾ? ഇനി പോസിബിൾ ഓർഡേഴ്സ് എഴുതി നോക്കിക്കോളൂ. പോസിബിൾ ഓർഡേഴ്സ്, പോസിബിൾ ആയിട്ട് വരുന്ന ഓർഡർ നോക്കുക. ആദ്യത്തെ ഫാക്ടർ എടുക്കുക, നിങ്ങൾ 1 എടുക്കുക. ആദ്യത്തെ ഫാക്ടർ 1 ആണ്. ഇനി ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 4 ആണ്. 1 കൊണ്ട് ഏത് നമ്പർ, ഈ ഫാക്ടറിൽ വരുന്ന ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുക? 1 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്താൽ, അപ്പോൾ 1 × 4 ആണ് 4. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പോസിബിൾ ഓർഡേഴ്സിൽ 1/4 വരുന്നില്ല, നോക്കി 1/4 ഉണ്ട്. ഇനി 1/4 വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ 4/1 എന്തായാലും ഉണ്ടാവണം. രണ്ടാമത്തത് കഴിഞ്ഞു. ഇനി അടുത്ത ഫാക്ടർ എടുക്കുക 2. അപ്പോൾ 2 എടുത്തു. അപ്പോൾ 2ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുക? അത് 2 ആണ്. അപ്പോൾ എന്തായി? 1/4 2 4. ഇനി ഇതിൻ്റെ അകത്ത് ഫാക്ടറായിട്ട് ആരും വരുന്നില്ല. അപ്പോൾ 1/4 4/1 2/2 ആണ് പോസിബിൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന എത്ര എലമെൻറ്റ്സ് ആണെന്ന് നോക്കുക. ആ എലമെൻറ്റ്സ് എത്ര, ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ ഫാക്ടേഴ്സുകൾ കണ്ടുപിടിക്കുക. ആ ഫാക്ടേഴ്സ്, ആദ്യത്തെ ഫാക്ടർ എടുത്തു, എന്നിട്ട് ആ ഫാക്ടറിൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് ടോട്ടൽ നമ്പർ കിട്ടുക നോക്കണം. ഇപ്പോൾ 1ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുക? 4 തന്നെ. അപ്പോൾ 1/4 അതൊരു മെട്രിക്സ് ആയി. 1/4 വന്നാൽ 4/1 ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് 1ഉം 4ഉം വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. അതിന് അടുത്ത ഫാക്ടർ ആരാ? 2 എടുത്തു. 2ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് ടോട്ടൽ കിട്ടുക? 4 കിട്ടണമെങ്കിൽ 2 ആയിരിക്കണം. അപ്പോൾ 2/2. ഇനി അത് തിരിച്ചെഴുതണം, എന്ന് പറഞ്ഞാൽ 2/2 തന്നെയാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്പർ മാറ്റിയിട്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. If a matrix has 24 elements, 24 elements ഉണ്ട്. What are the possible orders it can have? എത്ര, ഏതൊക്കെ രീതിയിൽ ഓർഡർ വരുന്ന മെട്രിക്സുകൾ ഇതിനകത്ത് ഫോം ചെയ്യാൻ പറ്റും? അപ്പോൾ വേണ്ടത് ഫാക്ടേഴ്സുകൾ കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് ഓഫ് 24. 24ൻ്റെ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? 24ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാത്തിൻ്റെ ഫാക്ടർ 1 വരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് 2 നോക്കണം. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഒരു ഫാക്ടറാണ് 24ൻ്റെ. 3 ഒരു ഫാക്ടറാണ്. 4 ഒരു ഫാക്ടറാണ്. എന്തുകൊണ്ടാണ്? 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4ൻ്റെ മൾട്ടിപ്പിളാണ് 24. 5 പറ്റില്ല, 6 പറ്റും, 8 പറ്റും, 12 പറ്റും, പിന്നെ ലാസ്റ്റ് 24. അതേ നമ്പറും അതിൻ്റെ ഫാക്ടർ തന്നെയായിരിക്കും. അപ്പോൾ 24ൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സുകളും അവിടെ എഴുതി കഴിഞ്ഞു. ഇനി ഈസിയായി. ഇനി പോസിബിൾ ഓർഡേഴ്സ് എടുത്ത് എഴുതാം. പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയായിരിക്കും പോസിബിൾ ഓർഡേഴ്സ്? ആദ്യത്തെ ഫാക്ടർ എടുക്കുന്നു. ഈ 24ൻ്റെ ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? 1. 1ന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ടോട്ടൽ നമ്പറായ 24 കിട്ടുക? 24. അപ്പോൾ 1/24 ഫസ്റ്റ് ഓർഡർ കിട്ടി. അപ്പോൾ 1/24 കിട്ടിക്കഴിഞ്ഞാൽ ഓർമ്മിക്കണം, നേരെ അതിൻ്റെ റിവേഴ്സ് ഉണ്ടാവും. 24/1 പറ്റും. അപ്പോൾ 1 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു, 24 വെച്ചിട്ടുള്ളതും കഴിഞ്ഞു. ഇനി അടുത്ത ഫാക്ടർ ആരാ? 2. 2 × 2നെ ഏത് നമ്പറോട്, അതായത് ഏതെങ്കിലും നമ്പർ പോലെ ഇവിടുത്തെ ഫാക്ടർ തന്നെയായിരിക്കണം. 2നെ ഏത് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക? 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ 2/12 വന്നാൽ എന്ത് വരും ഞാൻ പറഞ്ഞു? 12/2 ഉണ്ടാവും. അപ്പോൾ 2 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. 2 വെച്ചിട്ടും 12 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. ഇനി അടുത്ത ഫാക്ടർ ആരാ? 3.
ഇൻറ്റു 3 ഇൻറ്റു എത്രയാണ് 24 8 3/8 3/8 വന്നാൽ എന്ത് കൂടി വരും 8/3 വരും. അപ്പോൾ 3 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു, 8 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. അടുത്ത ഫാക്ടർ 4 ബൈ എത്രയാണ് 6 4/6 വന്നാൽ എന്ത് വരും 6/4. അപ്പോൾ 24 എലമെന്റ്സ് വരുന്ന ഏതൊക്കെ രീതിയിലുള്ള മെട്രിക്സ്, ഏതൊക്കെ ഓർഡർ ആയിട്ട് വരുന്ന മെട്രിക്സ് ഉണ്ടാവും? 1/24 ഉണ്ടാവും, 24/1, 2/12, 12/2, 3/8, 8/3, 4/6, 6/4. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസിലുള്ള ആദ്യത്തെ പ്രോബ്ലം തന്നെയാണിത്. ഒരു മെട്രിക്സിൽ എലമെന്റ്സുകൾ തന്നിട്ട് അത് ഏതൊക്കെ രീതിയിലുള്ള മെട്രിക്സുകൾ ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് ജനറൽ ഫോമിന് ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ബോർഡ് എക്സാമിന് എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് ചോദിച്ചൊരു പാർട്ടാണ് ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ aij is equal to 1/2 into 3i minus 2j. ഈ ഒരു പ്രോബ്ലം നോക്കിയേ. ഇതെനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ബോർഡിൻ്റെ എക്സാമിന് കൂടുതൽ തവണ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളുടെ എക്സസൈസിൽ ഫസ്റ്റ് എക്സസൈസിലുള്ള വരുന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓർഡർ ആദ്യം നമുക്കറിയണം. അപ്പോൾ അതിവിടെ തന്നിട്ടുണ്ട്. എന്താ ഓർഡർ? എത്രയാണ്? ഒരു 3/2 മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ 3 റോസും 2 കോളംസും ഉണ്ടായിരിക്കണം. ഇനി അതിലുള്ള എലമെന്റുകൾ, ഓരോ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ എലമെന്റുകൾ ആ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് എഴുതിയാൽ മതി. ആ എലമെന്റുകളുടെ ജനറൽ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ എലമെന്റുകൾ ഏത് ഫോമിലാണ് ഉള്ളത്? aij is equal to half into 3i minus 2j എന്നാണുള്ളത്. അപ്പോൾ എലമെന്റ്സുകളുടെ ജനറൽ ഫോം തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 3/2 മെട്രിക്സിന് ജനറൽ ഫോം എഴുതണം. ഒരു m/n മെട്രിക്സിന് ജനറൽ ഫോം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 3/2 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതണം. അപ്പോൾ എന്താണ് 3/2 മെട്രിക്സ്? ലെറ്റ് A is equal to, ഞാനിപ്പോൾ പറഞ്ഞു 3/2 എന്ന് പറഞ്ഞാൽ 3 റോസും 2 കോളംസും ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് A11, അടുത്തത് എന്താ വരിക? A12, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം, 2 കോളംസ് മാത്രമേ പറ്റുള്ളൂ. അടുത്തത് A21, A22, അടുത്തത് A31, A32. ഇതാണ് ഒരു 3/2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ റോസും കോളംസും കിട്ടിക്കഴിഞ്ഞു. ഇനി എലമെന്റുകൾ, ഓരോ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾ, ആ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾ കാണാനുള്ള കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. എന്താ തന്നിരിക്കുന്നത്? ഗിവൺ aij is equal to half into 3i minus 2j. aij is equal to 3i minus 2j. അപ്പോൾ ഇവിടെ ഈ ഓരോ പൊസിഷനിലുള്ള എലമെന്റുകൾ കാണും. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ f(x) is equal to x² plus 3x ആണ് ഒരു ഫംഗ്ഷൻ തന്നെ. നിങ്ങൾ +1 പഠിച്ചൊരു കാര്യമാണ്. f(x) is equal to x² plus 3x ആണെങ്കിൽ f(2) കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യാറ്? നമ്മൾ എക്സിന്റെ പ്ലേസിലേക്ക് അങ്ങ് 2 കൊടുക്കും. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2² plus 3 into 2 that is equal to 4 plus 6 equal to 10. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. f(x, y) is equal to x² plus y². What is f(2, 3) എന്ന് പറയുമ്പോൾ എക്സിന്റെ പ്ലേസിൽ 2 കൊടുക്കണം, വൈയുടെ പ്ലേസിൽ 3 കൊടുക്കണം. That is 2² plus 3². 2² means 4 plus 9 is equal to 13. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കൺസെപ്റ്റാണിത്. aij is equal to half into 3i minus 2j. ഫസ്റ്റ് വൺ നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? A11 പൊസിഷനിൽ വരുന്ന എലമെന്റ്. അപ്പോൾ A11 is equal to half into
3 ഇൻറ്റു ഐയുടെ പൊസിഷനിലേക്ക് 1 വരണം, ജെയുടെ പ്ലേസിലേക്ക് 1 വരണം. അപ്പോൾ ഇവിടെ ഐക്ക് 1 കൊടുക്കുന്നു, ജെക്കും 1 കൊടുക്കുന്നു. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 മൈനസ് 2, what is 3 minus 2 is equal to 1, that is equal to 1/2. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന എലമെന്റ് കിട്ടി, 1/2 ആണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് ഏതാ? A12 ഹാഫ് ഇൻറ്റു, അപ്പോൾ എന്ത് ചെയ്യണം? 3 ഇൻറ്റു ഐയുടെ പ്ലേസിൽ 1 കൊടുക്കല്ലേ വേണ്ടത്, 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3 മൈനസ് 4, ഹാഫ് ഇൻറ്റു മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 1/2. അപ്പോൾ ഫസ്റ്റ് റോയിൽ 2 എലമെന്റുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് A21 കാണണം. A21 is equal to half into 3. മനസ്സിലാക്കേണ്ടത് 3i മൈനസ് 2j വേണമെങ്കിൽ അവിടെ എഴുതുന്നു. Aij is equal to half into 3i മൈനസ് 2j. അപ്പോൾ ഐയുടെ പ്ലേസിൽ 2, ജെയുടെ പ്ലേസിൽ 1. അപ്പോൾ 3 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 1. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 മൈനസ് 2, ഹാഫ് ഇൻറ്റു 4, ഇതിനോട് ക്യാൻസൽ ആയിട്ട് 2 വരും, that is 2. The next A22, half into 3 into 2 minus 2 into 2, that is half into 6 minus 4, half into 2, that is equal to 1. The next one A31, half into 3 into 3 minus 2 into 1, half into 9 minus 2, half into 7, that is equal to 7/2. But the last element A32, half into 3 into 3 minus 2 into 2, that is half into 9 minus 4, half into 5, that is equal to 5/2. അപ്പോൾ എല്ലാ എലമെന്റ്സുകളും കണ്ടുപിടിച്ചു കഴിഞ്ഞു, മെട്രിക്സിന്റെ ഓർഡർ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ A11 പൊസിഷനിൽ 1/2 കൊടുക്കുക. അപ്പോൾ therefore A is equal to A11 പൊസിഷനിൽ 1/2 എഴുതി. A12 പൊസിഷനിൽ മൈനസ് 1/2 എഴുതി. A21 പൊസിഷനിൽ 2, A22 പൊസിഷനിൽ 1, അടുത്തത് 7/2, നെക്സ്റ്റ് 5/2. ഇതാണ് ഒരു 3/2 മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, 1.1 എക്സസൈസിൽ കൂടുതലും വരുന്നത് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലവും ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.